പത്തനംതിട്ട കോന്നി കല്ലേലി റോഡിൽ കാട്ടാനയെ കണ്ട് പിന്നിലേക്കെടുത്ത കാർ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞു. കല്ലേലി വയക്കര സ്വദേശി ഷിബു സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജാണ് വിവരങ്ങളുമായിട്ട് ചേരുന്നത്. ശ്രീരാജ്, ഈ ഷിബുവിന്റെ കാർ പുറകിലേക്ക് എടുത്തു, അങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പരിക്കുകളുണ്ടോ? വിവരങ്ങൾ നൽകാം. അത് ഈ കാറിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹം മാത്രമായിരുന്നു. ഇദ്ദേഹത്തിന് പരിക്കുകളൊന്നും ഇന്ന് 7 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹം ആനയെ കണ്ടതും ആന വരുന്നത് കണ്ട് വാഹനം പുറകോട്ടെടുത്തതും. എന്നാൽ പുറകിൽ കുഴിയുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അങ്ങനെ വാഹനം കുഴിയിലേക്ക് മറിയുകയായിരുന്നു. തുടർന്ന് ആന അടുത്തേക്കെത്തി കുറെ സമയം അവിടെ നിന്നതിന് ശേഷം മടങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സമയമെല്ലാം തന്നെ അദ്ദേഹം കാറിൽ തുടരുകയായിരുന്നു. ആ ചെരിഞ്ഞു കിടക്കുന്ന കാറിൽ തുടരുകയായിരുന്നു. നിരന്തരമായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യമുണ്ട് എന്ന് ആളുകൾ നിരന്തരമായി കാലങ്ങളായി പരാതി പറയുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത്. ഈ സംഭവത്തോടു കൂടി തന്നെ ആളുകൾ വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഈ സംഭവത്തിന് ശേഷം അവിടെ എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും പോലീസ് ഉദ്യോഗസ്ഥരോടും ഒക്കെ ഈ നാട്ടുകാർ, പ്രദേശവാസികൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കല്ലേലി വയക്കര സ്വദേശിയാണ് ഈ ഷിബു എന്ന വ്യക്തി. ഇദ്ദേഹം ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ ജില്ലകളുടെ ഭാഗത്തു നിന്നുള്ള, അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്ന പ്രധാനപ്പെട്ട 2 കാവുകൾ ഈ സ്ഥലത്തുണ്ട്. ആ സ്ഥലത്തെത്തുന്ന ആളുകൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം പതിവാകുന്നത് ആളുകൾ വലിയ പ്രതിഷേധത്തിലേക്ക് എത്താൻ കാരണമായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന തീർത്ഥാടകരും അതുപോലെ തന്നെ ആ പ്രധാനപ്പെട്ട 3 വാർഡുകളിലേക്കാണ് ഈ വഴിയിലൂടെയുള്ള റോഡ് കടന്നു പോകുന്നത്. ഈ ഭാഗത്തേക്കുള്ള യാത്രക്കാരെല്ലാം തന്നെ ഈ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയ സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ സംഭവത്തോടു കൂടി തന്നെ ആളുകൾ കടുത്ത പ്രതിഷേധത്തിലാണ്. സ്വാതി. ശരി ശ്രീരാജ്.